ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ബോഗൺവില്ല എങ്ങനെ നമുക്ക് 100% ഈസി ആയിട്ട് വേര് പിടിപ്പിക്കാം എന്നുള്ളതാണ്. നോക്കിക്കേ, എന്ത് മനോഹരമായിട്ട് നിൽക്കണേ. ഇതേ നല്ല പിങ്ക് കളറ് കണ്ട, പിങ്ക് കളറ്. ദേ നല്ല വൈറ്റ് കളറ്. അതെ, ഞങ്ങൾ വേര് പിടിപ്പിക്കുന്നപ്പോൾ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ബോഗൺവില്ല 100% വേര് പിടിപ്പിക്കുന്നത്. കാണിക്കേ, ഇതേ ഒരു വൈറ്റ് കളറാണ് കേട്ടോ ഈ സാധനം. ഇത് വൈറ്റ് കളറുള്ളതായ ബോഗൺവില്ലയുടെ കമ്പാണ്. ഈ കമ്പ് നമ്മൾ ഈ അലോവരയിൽ ഇങ്ങനെ ജെല്ലിൽ ഇങ്ങനെ മുക്കുക. അലോവര ജെല്ലിൽ മുക്കിയിട്ട് ഇത് നമുക്കിവിടെ കുത്തിവെക്കാം. ഇവിടെ നടാം, അത്ര നട്ടാൽ മതി, അത്ര ആയിട്ടാൽ മതി. ഇത് റെഡിൻ്റെ ആണ് കേട്ടോ, റെഡ് അത് ഇവിടെ കുത്തിവെച്ചു, ഇവിടെ നട്ടു, ഒരു 2 ഇഞ്ച് ഇതാക്കി. പിന്നെ ഇത് യെല്ലോയുടെയാണ്, യെല്ലോ. ഇത് റോസ് നമ്മുടെ റോസ്, അത് ഇങ്ങനെ മുക്കിയിട്ട് ഇതിൽ നട്ടു. ഈ തൈ ഇങ്ങനെ കമ്പ് നട്ടതിന് ശേഷം ഈ രീതിയിൽ ഇത്ര വണ്ണമുള്ള കമ്പുകൾ നട്ടതിന് ശേഷം ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കവറേ നമ്മൾ വെള്ളം നനയ്ക്കുക. വെള്ളം നനച്ച് ഇതൊന്ന് മൂടി വയ്ക്കുക. ഈ 4 കോല് കുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചു വന്നാൽ നമുക്ക് പുറമേ നിന്ന് കാണുകയും ചെയ്യാം. അതിൻ്റെ കൊമ്പിനൊന്നും പൊടിപ്പിനൊന്നും ഒരു കേടും വരില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കെട്ടുക, നനച്ചിട്ട് വെച്ച് കെട്ടുക. അപ്പോൾ ഇതിൽ കുമിടിക്ക് ഫോൺ ചെയ്ത് വേഗം പൊടിക്കും. ഈ ഒറ്റ ചട്ടിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ നട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരുമിച്ച് പല കളർ ഈ ചട്ടിയിൽ കാണും. അത് ഇതിങ്ങനെ നിലത്ത് വെക്കാട്ടോ. നിലത്ത് വെക്കാനാണെങ്കിലേ നമ്മൾ ഇതിങ്ങനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഇത്രയും വലിയ ഈ ചെറിയ ചട്ടി മതി. ഈ ചട്ടിയിൽ നമ്മൾ വെക്കുക. ഇതുപോലെ തന്നെ നട്ട് ഒരു ചട്ടിയിൽ ഇത് നട്ടു, ഒരു ചട്ടിയിൽ ഇത് നട്ടു. അങ്ങനെ നട്ടതിന് ശേഷം ഇതുപോലെ തന്നെ കവറ് വെച്ച് കെട്ടുക, നനച്ചിട്ട് കവർ വെച്ച് കെട്ടുക. ഇപ്പം ഇതിലും മുളയ്ക്കും. അപ്പം ഇത് ഓരോ തൈ, ഓരോ കളറിലുള്ള തൈകൾ ഇങ്ങനെ ഒരു 2 അടി അകലത്തിൽ നിലത്ത് നടുകയാണെങ്കിലേ നമുക്ക് അതിങ്ങനെ വളർന്നു വരും. നന്നായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ ആ ശരിക്കും പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെടിയുടെ നല്ല കളറിൽ നല്ല റൗണ്ടായിട്ട് നമ്മളിപ്പോൾ കാണിച്ചു തന്നില്ലേ, ഞങ്ങളെ കാണിച്ചു തന്ന പോലെ ആ ചെടി പോലെ നല്ല ഭംഗിയായിട്ട് അവിടെ ലെയർ ചെയ്യണ കാണിച്ചിട്ടാ. ലെയർ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് യെല്ലോ കളറുള്ളതായ ഒരു ബോഗൺവില്ലയാണ് നിലത്ത് ഇങ്ങനെ വളർന്നിരിക്കുന്നത്. ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ആദ്യം തന്നെ ഇതിങ്ങനെ വെട്ടുക. അതിന് വെട്ടിയതിന് ശേഷം ഓരോ കളറുകളും ഇതിൽ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിക്കുക. ഇത് റെഡ്, ഇത് വൈറ്റ്, ഇത് റെഡും വൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ റോസാണ് ഇനി ഇതിൽ നിൽക്കണ ഒരെണ്ണം ബഡ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിലിങ്ങനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ സെന്റർ പൊളിക്കുക, 2 സൈഡും ഇങ്ങനെ വി ഷേപ്പിൽ കൂർമ്മിക്കുക. കൂർമ്മിച്ചതിന് ശേഷം ഇതിൽ ഇറക്കി വെക്കുക. ഒരേ വലിപ്പമുള്ള കമ്പ് തന്നെ വെക്കണം കേട്ടോ. ആ കമ്പ് ഇങ്ങനെ വെച്ച് 2 സൈഡ് തൊലി ഒരു സൈഡെങ്കിലും കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് എടുത്ത് നമ്മൾ അടി തൊട്ട് നന്നായിട്ട് വലിച്ചു മുറുക്കുക. ഇത്രേ ഉള്ളൂ, വേറെ വലിയ പണിയൊന്നും ഇല്ല ഇതിൽ. അങ്ങനെ വലിച്ച് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെയറിങ് കഴിഞ്ഞു. പിന്നെ ഇതിന് പാകമുള്ള ഒരു കവറുകൾ, ചെറിയ ഈ സിപ്ലോക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലും കവറുകൾ, പ്ലാസ്റ്റിക് കവർ ഇതുപോലെ നേരത്തെ തന്നെ പോലെ കവറിട്ട് മൂടി കെട്ടണം. കവറിട്ട് മൂടി കെട്ടിക്കഴിഞ്ഞാൽ അത് വേഗം മുള കിട്ടും. ഒന്നും അതിൽ മുളയ്ക്കാതെ വരില്ല. അപ്പൊ ശരിക്കും മുളച്ച് കിട്ടും. അപ്പൊ അതിനിങ്ങനെ 1 മാസത്തോളം അതങ്ങനെ നിൽക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ലെയറിങ്. നന്നായിട്ട് വലിച്ചു കെട്ടുക. നല്ല പ്ലാസ്റ്റിക് ആയിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ നല്ല പ്ലാസ്റ്റിക് നമ്മുടെ അവിടേക്ക് പ്ലാസ്റ്റിക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ നല്ല പ്ലാസ്റ്റിക് അല്ലാത്ത കാരണം അങ്ങനെ എത്രയാണ് കണ്ടീഷൻ ആയിട്ടില്ല എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ലെയറിങ് രീതി. അപ്പോൾ ഇതിൽ തന്നെ റെഡ്, യെല്ലോ,